നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ ഒന്ന് നീന്തണം, എവിടെ പോവും? ആറ്റിൽ വിടുമോ അതോ കുളത്തിലേക്ക് വിടുമോ? ഇപ്പോഴത്തെ മാതാപിതാക്കൾ ഒന്നും ഈ പറഞ്ഞ സ്ഥലത്ത് വിടത്തില്ലെന്ന് പറയാൻ കാര്യം, അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ആറുകളിലൊക്കെയും ഈ മണലും എല്ലാം വാരിയെടുത്ത് മുഴുവൻ കയമൊക്കെ ആയിരിക്കും. കാര്യം നമുക്ക് ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഡേഞ്ചർ, ഒരു അപകടം ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പം നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്താണ്? ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു സ്വിമ്മിംഗ് പൂൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഞാൻ പറയുന്നത് ഓണാട്ടുകരക്കാർക്ക് വേണ്ടി, അതായത് മാവേലിക്കരക്കാർക്ക് വേണ്ടി, ഞാൻ താമസിച്ചു വരുന്ന മാവേലിക്കരക്കാർക്കും ഇതിനോട് ചുറ്റിപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ചെട്ടുകുളങ്ങരയാകട്ടെ, കായംകുളം ആകട്ടെ, ഹരിപ്പാടാകട്ടെ, ഇനി അങ്ങോട്ട് ചാരുമൂടാകട്ടെ, പന്തളമാകട്ടെ, തിരുവല്ലയാകട്ടെ, പരുമലയാകട്ടെ, ഇനി പറയാൻ സ്ഥലമുണ്ടോ? അപ്പോൾ ഇതിന് ചുറ്റുപാടുള്ള ഏതൊരു സ്ഥലമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇനിയും വന്ന് കിടിലനായിട്ടൊന്ന് നീന്താൻ ഒരു കിടിലൻ കുളം എന്നാണ് എൻ്റെ പുറയിലുണ്ട്. അതായത് ഓണാട്ടുകരയുടെ മണ്ണിൽ മാവേലിക്കരയിൽ ഞാൻ മാവേലിക്കരയെന്ന് കൃത്യമായിട്ട് പറയുക. കാര്യം മാവേലിക്കര എല്ലാവരും പറഞ്ഞത് വലിയ മെച്ചമൊന്നും ഉള്ള സ്ഥലമെന്നാണ്. അതായത് വികസനങ്ങൾ കുറവാണെന്നാണ് പറയുന്നത്. അതൊക്കെ ചുമ്മാ, അതൊക്കെ പണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നല്ല കിടിലൻ റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ട്. കിടിലനായിട്ട് മാവേലിക്കരയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാവേലിക്കരയിൽ ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ വരുന്നു. ഓണാട്ടുകര സ്പോർട്സ് അക്കാഡമി എന്ന് പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ. അതാണ് അങ്ങ് ദൂരെ കാണുന്ന സ്വിമ്മിംഗ് പൂൾ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എൽസാഫ് ബസൂർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അതായത് ഓണാട്ടുകര സ്പോർട്സ് അക്കാഡമി. ഞങ്ങളുടെ സ്വന്തം മാവേലിക്കരയിൽ തുടങ്ങിയ ഒരു പുതിയ സ്ഥാപനമെന്ന് തന്നെ പറയണം. അതായത് മാവേലിക്കരക്കാരെ സംബന്ധിച്ചോ ഈ ഒരു ഓണാട്ടുകരക്കാരെ സംബന്ധിച്ച് ഒരു സ്വിമ്മിംഗ് പൂൾ എന്നുള്ള ഒരു ഡ്രീം ഇവിടെ എങ്ങുമില്ല. അതായത് നിയറസ്റ്റ് ആയിട്ട് എൻ്റെ അറിവിലുള്ളത് ചങ്ങനാശ്ശേരിയിൽ, പിന്നെ കൊല്ലം സൈഡോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ട്, കൊല്ലത്തൊക്കെ ഉണ്ട്. അതേ എനിക്കറിയത്തുള്ളൂ. കൊല്ലം നോർമൽ പാർക്കിലൊക്കെ ഉണ്ട്. അതല്ലാതെ ഈ ഒരു ഏരിയയിൽ ഈ രീതിയിലുള്ള ഒരു പൂള് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓണാട്ടുകരക്കാർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു പുതിയ സ്ഥാപനം എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്നത് ഒരു 25 മീറ്റർ നീളമുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഒരു 6 ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പക്കാ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പൂളാണ് ഓണാട്ടുകര സ്പോർട്സ് അക്കാഡമി, തഴക്കര, മാവേലിക്കര. അപ്പം ഇനി ഇത് ഇവിടോട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ടു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂള്? നൈസ് അല്ലേ? അപ്പം ഞാനിപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഒരു ഇച്ചിരി ട്രിക്കിയാണ്. അതുകൊണ്ട് ഞാൻ പറയാം. ഞാനിപ്പോൾ കൃത്യമായിട്ട് നിൽക്കുന്നത് മാവേലിക്കര ജംഗ്ഷൻ, മാവേലിക്കര മെയിൻ ട്രാഫിക് സിഗ്നലിന്റെ ജംഗ്ഷനിലാണ്. മിച്ചൽ ജംഗ്ഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകേണ്ട വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചെട്ടുകുളങ്ങര തട്ടാരമ്പലത്തിൽ നിന്നും വരുന്നവരാണെങ്കിൽ ആ വഴിയാണ് വരുന്നത്. ആ വഴി വരുന്നവരാണെങ്കിൽ നേരെയുള്ള വഴി സെലക്ട് ചെയ്യണം. അതല്ല ഓലകെട്ടിയമ്പലം, കായംകുളം ഓലകെട്ടിയമ്പലം വഴി വരുന്നവരാണെന്നുണ്ടെങ്കിൽ, കോടതി വഴി വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും റൈറ്റ് ഉള്ള വഴി. അതല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല മാവേലിക്കര റൂട്ടിലാണ്. അവിടെ നിന്നും ലെഫ്റ്റിലേക്കുള്ള വഴി, അതായത് മിച്ചൽ ജംഗ്ഷൻ മെയിൻ ജംഗ്ഷനിൽ നിന്നും പുതിയകാവ് ജംഗ്ഷനിലേക്കുള്ള വഴി നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പുതിയകാവിലേക്ക് പോകാം. അപ്പൊ നമ്മള് പുതിയകാവ് ജംഗ്ഷൻ ഇതാണ്. മിച്ചൽ ജംഗ്ഷനിൽ നിന്ന് വരുന്ന പുതിയകാവ് ജംഗ്ഷൻ. ഇവിടെ നിന്നും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തിരുവല്ലയ്ക്കുള്ള റൂട്ടാണ്. നേരെ പോകുന്നത് ഈ പോകുന്ന വഴി ചെങ്ങന്നൂര്, പന്തളം, ചാരുമൂട് തൊട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയാണ്. ഇനി ഈ പോകുന്ന വഴിയിൽ തഴക്കര ഒരു ഓവർ ബ്രിഡ്ജ് പാലമുണ്ട്, ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ജംഗ്ഷനിൽ നിന്നുമാണ് നമുക്ക് അങ്ങോട്ടേക്ക് തിരിയേണ്ടത്. അപ്പൊ ഈ കാണുന്ന ജംഗ്ഷൻ, അതല്ലാണ്ട് ഈ കാണുന്നതാണ് തഴക്കര ഓവർ ബ്രിഡ്ജ് പാലം എന്ന് പറയും. റെയിൽവേ പാളമാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് നെക്സ്റ്റ് ജംഗ്ഷൻ, അത് ഒരു ജംഗ്ഷൻ ആയിട്ടല്ല, ഒരു ബസ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ അവിടെ. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് തെറ്റാൻ ഭയങ്കര സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോക്കകത്ത് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ വരുമ്പം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ റൈറ്റിൽ കണ്ടൊരു ബസ് സ്റ്റോപ്പ് കണ്ടോ? അതാണ്ട് ലെഫ്റ്റിൽ ഒരു ബസ് സ്റ്റോപ്പ് എന്നുള്ള ഇത് കണ്ടു, ബോർഡ്. നമുക്ക് ഇവിടെ നിന്നുള്ള ഈ റൈറ്റിലേക്കുള്ളതാണ്ട് ഇവിടെ ഇവരുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഓണാട്ടുകര സ്പോർട്സ് അക്കാഡമി എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം അവിടേക്ക് നമ്മൾ കയറി. ഇനി നിങ്ങൾ ഈ പോകുന്ന വഴിയിൽ പറയാം ഞാൻ, പക്ഷേങ്കിൽ ഈ ബോർഡും ശ്രദ്ധിക്കുകയും കൂടെ വേണം. ബോർഡ് അവർ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ആ റോഡിൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് കണ്ടോ, അവിടെ ബോർഡ്. ജസ്റ്റ് ഒരു ജംഗ്ഷൻ അല്ല, ഇതിന്റെ സൈഡിൽ കണ്ടോ ഒരു ഗ്രൗണ്ട് ഒക്കെ. ആ ഗ്രൗണ്ട് ഇവിടുത്തെ തടക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിനോട് സൈഡിലൂടെയുള്ള വഴി, അതായത് ഇപ്പൊ വന്ന വഴിയിൽ നിന്നും റൈറ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഓണാട്ടുകര എത്തി. അതുകൊണ്ട് ഈ മുന്നിൽ കാണുന്നതാണ് ഓണാട്ടുകര സ്പോർട്സ് അക്കാഡമി. കണ്ടോ, ഇവർക്ക് നമുക്കൊരു പാർക്കിംഗ് ഏരിയയും ഉണ്ട്. ഇതാണ് വഴി. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ട വഴി കൃത്യമായിട്ട് കണ്ടല്ലോ. ഇനി ആർക്കും തെറ്റരുതേ. അപ്പൊ നമുക്ക് OSAയുടെ സ്ഥാപകരിൽ ഒരാളെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആരൊക്കെയാണ് ചേട്ടാ കൂടി ചേർന്ന് ചെയ്തിരിക്കുന്നത്? എൻ്റെ പേര് രാജീവ്, ഞാനാണ് ഈ സ്ഥാപകരിൽ ഒരാള് പ്രഹ്ലാദൻ, എൻ്റെ ഉപ്പാപ്പനാണ്. അച്ഛൻ്റെ ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ടാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ചേട്ടാ, നമ്മൾ എന്താണ് OSAയും കൊണ്ട് മോട്ടീവ് എന്താണ് OSAയുടെ? OSAയുടെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ അവർക്ക് വഴിതെറ്റിപ്പോകാതെ സ്പോർട്സിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജീവിതശൈലിയിലേക്ക് പിള്ളേരെ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഒന്നാമത്തെ. രണ്ട്, ഇനി ഒരാളും വെള്ളത്തിൽ വീണ് മരിക്കാൻ പാടില്ല. ഒരു കുട്ടി നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്വിമ്മിങ് ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അല്ല അത് ശരിയാണ്. കാര്യം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഡ്രൈവിങ് സ്വിമ്മിങ് എല്ലാം തീർച്ചയായിട്ടും പഠിച്ചിരിക്കണമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു സേഫായിട്ടുള്ള പ്ലേസ് ഇല്ലാത്തത് കൊണ്ട് ആറ്റിലുള്ള പരിശീലനവും കുളത്തിലുള്ള പരിശീലനവും ഒക്കെ മാതാപിതാക്കൾക്ക് പേടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, കയം പോലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒട്ടും സേഫ് അല്ല എങ്ങും. അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു ഒരു അനുഗ്രഹം തന്നെ ആയിരിക്കും ഓണാട്ടുകാർക്ക് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിനി എങ്ങനത്തെ പാക്കേജസ് ഒക്കെയാണ് വരുന്നത് ഇവിടെ? നമുക്കിവിടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇപ്പം 21 ദിവസം കൊണ്ട് നമ്മൾ അവരെ സ്വിമ്മിങ് പഠിക്കും. 21 ദിവസം കൊണ്ട് സ്വിമ്മിങ് പഠിപ്പിക്കും. പിന്നെ ഫിറ്റ്നസിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു പാക്കേജ് വെച്ചിട്ടുണ്ട്. അതായത് 30 ദിവസം ഉള്ള ഓരോ പാക്കേജ്. ഓക്കെ, നമ്മൾ ഡെയിലി ജിമ്മിലൊക്കെ പോകുന്ന പോലെ വർക്കൗട്ട് ചെയ്യുന്ന പോലെ അവർക്ക് റെഗുലറായിട്ട് വന്ന് സ്വിം ചെയ്യാം. ഓക്കെ, അതിന് വന്നിട്ട് 2000 രൂപയാണ് നമ്മൾ ഒരു മാസത്തേക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, പഠിക്കാൻ വരുന്നവർക്ക് നമ്മൾ 21 ദിവസത്തേക്ക് 2500 രൂപയാണ്. 2500 രൂപ. എനിക്ക് തോന്നുന്നു പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്ങും ഉണ്ടല്ലേ അവർക്ക്? തീർച്ചയായും. അതായത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് ഇവിടെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇവിടുത്തെ ഫെസിലിറ്റീസ്. ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെഷീനറീസാണ് ഇതിൻ്റെ ഫിൽട്രേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ കൃത്യമായിട്ടുള്ള ഫ്ലോറിങ് ആഡ് ചെയ്തുകൊണ്ട് pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള വെള്ളമാണ് നമ്മളിവിടെ ഇവർക്ക് കൊടുക്കുന്നത്. ചേട്ടാ, അപ്പം ഈ ജോലിയൊക്കെ ചെയ്യുന്നവർ, ദൂരെയൊക്കെ ജോലി ചെയ്യുന്നവർ വീക്കെൻഡ്സിൽ വരുന്നവരുണ്ട്, അതുപോലെ ചില ദിവസങ്ങളിൽ മാത്രം വീട്ടിൽ ഉള്ളവർ കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പാക്കേജ് ഉണ്ടോ? അതായത് തീർച്ചയായും അവർക്കായിട്ട് നമ്മളൊരു പാക്കേജ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ വെളിയിൽ നിന്ന് ഒരു ഫാമിലിക്ക് വരുവാണെങ്കിൽ വെക്കേഷനായിട്ട് വരുന്നവർ ഇപ്പൊ അവർക്ക് ഒരു 10 ദിവസത്തേക്ക് സിനിമയാണല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ 10 മണിക്കൂർ അവർക്ക് വേണ്ടി സിനിമ ചെയ്യാനുള്ള അവസരം കൊടുക്കും. അതായത് ഒരു ദിവസം 1 മണിക്കൂർ 10 ദിവസം. അത് അവർ 30 ദിവസത്തിനുള്ളിൽ തീർക്കും. ഏതെങ്കിലും 10 ദിവസങ്ങളിൽ അവർ കംപ്ലീറ്റ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് വരണമെന്നില്ല. 30 ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും വീക്കെൻഡിൽ വരാം, വീക്ക് ഡേയ്സ് അത് അവർ ഇഷ്ടം. ആ ഒരു 30 ദിവസത്തിനുള്ളിൽ അവർ ആ 10 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിനെന്താണ് വരുന്നത് എമൗണ്ട്? 10 ദിവസത്തേക്ക് 1000 രൂപയാണ്. 1000 രൂപ. അതായത് 1 മണിക്കൂറിന് 100 രൂപ എന്നുള്ള രീതിയിൽ വരും. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു നല്ല, അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇപ്പൊ എല്ലാ ദിവസവും വരാൻ പറ്റണമെന്നില്ല. അതെ, അപ്പോൾ അവർക്ക് ഒന്ന് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവരെയും നമ്മൾ ഉൾക്കൊള്ളാം. അവരുടെയും അവസരം നമ്മൾ നിഷേധിക്കാൻ അവരും കൂടെ അവസരം കിട്ടണം. അത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പാക്കേജ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന് എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടുന്ന് സർവീസ് ഉണ്ടോ? പിന്നെ തീർച്ചയായും അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കിവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേഡീസ് കോച്ചസ് അവൈലബിൾ. ലേഡീസ് കോച്ചസ് ഉണ്ട്. അവർക്ക് പ്രത്യേകം ടൈമും ഉണ്ട്. ആ ടൈമിന് ജെൻസിന് മറ്റാരും അലൗ. അവർക്ക് എല്ലാ ദിവസവും 2 മണിക്കൂർ, രാവിലെ ഉച്ചയ്ക്ക് ഓരോ മണിക്കൂർ നമ്മൾ മാറ്റി സ്പെഷ്യൽ ബാച്ചായിട്ട് തന്നെ സെർവ് ചെയ്യാം.
അവരുടെ ടൈമിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത്. ഓക്കെ. ഇനി അതല്ല കോമൺ ആയിട്ട് മറ്റ് ബാച്ചുകളിൽ വരാൻ താല്പര്യമുള്ളവർക്ക് ആ കോമൺ ബാച്ചിൽ വരികയും ചെയ്യാം. അപ്പോൾ അവർക്കുള്ള ബാത്റൂംസും കാര്യങ്ങളും എല്ലാം എല്ലാം പക്ക സേഫ്. അതെ, ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ബാച്ചസ് നമ്മൾ ബാത്റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ലോക്കൽ ഫെസിലിറ്റിയോട് കൂടി. അപ്പം നമുക്ക് ജെൻസിൻ്റേത് ഞാനൊന്ന് കാണിക്കാം. ഫ്രീ ആയി കഴിഞ്ഞിട്ട് ജെൻസിൻ്റെ ഒന്ന് കാണിക്കാം. പിന്നെ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കാര്യം എല്ലാവരും ഇവിടെ പിള്ളേരും പേരൻസും എല്ലാം കൂടി അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് ദിവസത്തിന്റെ ലാസ്റ്റ് മണിക്കൂർ നമ്മൾ ഇവിടുത്തെ ലാസ്റ്റ് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 8 മുതൽ 9 മണി വരെ. അപ്പോൾ ആൾമോസ്റ്റ് എല്ലാവരും ഒരു ഫ്രീ ആവുന്ന ടൈമാണ്. അതെ, പേരൻസ് എല്ലാം ജോലി കഴിഞ്ഞിട്ട് വരുന്നവരും പിള്ളേരും അമ്മയും 2 കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു കുടുംബത്തിന് ഇവിടെ വന്നിട്ട് സ്വിമ്മിങ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അതായത് 1 ഇയർ പ്രോസസ്സാണ് നമ്മൾ അവർക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. കണ്ടിന്യൂസ് അവർക്ക് വീക്കെൻഡിലോ വീക്ക് ഡേയ്സിലോ എപ്പോൾ വേണേലും അപ്പം എനിവേ ഓണാട്ടുകരക്കാർക്ക് മാത്രമല്ല ഈ ഒരു പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പം കണ്ടതിലെല്ലാം സന്തോഷം. ഇനിയും ഇവിടെ വളർന്നു വരട്ടെ. അവിടെ ടർഫ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറേ ഇതൊക്കെ വരുന്നുണ്ടല്ലേ. പിന്നെ നിങ്ങൾക്ക് കണ്ടൊരു കാണിക്കാം. ഈ ഒരു ഫ്രെയിം അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ ഫുള്ളൊരു ഗ്രീനറി ആയിട്ട്, അതായത് നമുക്കൊരു പീസ് ആൻഡ് കാം മൈൻഡ് നമുക്കിവിടെ കിട്ടുമെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ജെൻസിന്റെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്ന് നോക്കാം. അതായത് ഡ്രസ് ചേഞ്ചിങ്ങിനും ഒക്കെ ആയിട്ടുള്ള ആ ഫെസിലിറ്റി ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ദാണ്ടെ കയറി വരുമ്പോൾ തന്നെ കുറേ ഒരു കമ്പാർട്ട്മെന്റ്സ് പോലെ ഉണ്ട്. ഇതെല്ലാം ഷവർ കർട്ടൻ ഇട്ടാണ്. അപ്പോൾ ഈ നീന്തുന്നതിന് മുന്നേ നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നതാണ്. ഏതൊരു സ്വിമ്മിംഗ് പൂളിലും ഉള്ള ഒരു ഇതാണ്. ആദ്യം നമ്മൾ ഷവർ ചെയ്യണം. ബോഡിയെല്ലാം ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ വന്ന വിയർപ്പോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അതെല്ലാം കഴുകി കളയണം. അതിനുള്ള ഫെസിലിറ്റി. അതിനുശേഷവും ഈ ഷവറിലെ ഈ വെളിയിലത്തെ വെള്ളത്തിൽ നമ്മൾ നീന്തി കഴിഞ്ഞതിന് ശേഷവും ജസ്റ്റ് ഷവർ ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഏരിയ. പിന്നെ ഇനിയും പ്രൈവറ്റായിട്ട് നിന്ന് ഡ്രസ് ചേഞ്ചിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്ഥലം, 1-2 സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം, നോർമൽ നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഒരു 2 ഫെസിലിറ്റി ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സേഫ്റ്റി തന്നെയാണ്. ലേഡീസിൻ്റെ ഇതിലേക്ക് ഞാൻ കയറുന്നില്ല. അപ്പം അങ്ങനെ സേഫ് ആണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നല്ലൊരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ 2 ട്രെയിനേഴ്സ് ആണുള്ളത്, അതായത് ലൈഫ് ഗാർഡ്സ്. അപ്പം ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ജേക്കബ്. ചേട്ടൻ നേരത്തെ എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ബാംഗ്ലൂരിൽ. ഒരു 15 വർഷത്തെ നീണ്ട എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വെൽ എക്സ്പീരിയൻസ്ഡ് എന്ന് പറഞ്ഞത്. അപ്പം കാലം എക്സ്പീരിയൻസ് കൂടും തോറും അവർക്കുള്ള എല്ലാം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും കൂടെ അല്ലേ പഠിപ്പിക്കുന്നത് ഈ 21 ദിവസത്തെ ബാച്ച് ഒക്കെ എടുക്കുന്നത്? ഓക്കെ. അപ്പം ഇനി നമുക്ക് ചേട്ടൻ്റെ വീട് എവിടെ? എൻ്റെ വീട് പത്തിയൂർ. ഓക്കെ. അപ്പം നമുക്ക് ഇനി ഒരാളും കൂടെ ഉണ്ട്. ഇവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണേ. കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എങ്ങനെ ചേട്ടൻ്റെ പേരെങ്ങനെ? അനൂപ്. ചേട്ടൻ്റെ വീട് എവിടെ? തിരുവനന്തപുരം. ചേട്ടന് നേരത്തെ എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ബാംഗ്ലൂർ. ബാംഗ്ലൂരായിരുന്നു അല്ലേ? കുറേ നാളായിട്ടുണ്ടോ ഈ ഒരു മേഖലയിൽ? 7 വർഷം വരെ. ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അപ്പം ഈ രണ്ട് ചേട്ടന്മാരാണ് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വരുന്നവരെല്ലാവരും, അതിപ്പോൾ മുതിർന്നവരാണെങ്കിലും കൊച്ചുകുട്ടികളാണ് എല്ലാവരും അല്ലേ? എല്ലാവരും ഇവർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നല്ലൊരു സേഫായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റേ ലേഡീസിന് സെപ്പറേറ്റ് വേറൊരു കോച്ചുണ്ട് കേട്ടോ. നമുക്കിവിടെ നമ്മുടെ തഴക്കരയിലെ കുറച്ച് പിള്ളേർ, നല്ല കിടിലൻ ചുണക്കെട്ട പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. എന്നാടാ പേര് പറ. എൻ്റെ പേര് അജൽ. നിന്റെ? അക്ഷയ്. അജയ്. സിദ്ധാർത്ഥ്. ഹൃദിക്ക്. എങ്ങനെയുണ്ടാ നിങ്ങളുടെ നാട്ടില് ഒരു സംഭവം വന്നിട്ട് എങ്ങനെയുണ്ട് സ്വിമ്മിംഗ് പൂൾ വന്നതിന്റെ അഭിപ്രായം? സ്വിമ്മിംഗ് പൂൾ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് എങ്ങനെ സ്വിമ്മിംഗ് പൂൾ വന്നേ. അപ്പൊ ഇത് വന്നതിന് നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. സന്തോഷമുണ്ട്. അപ്പൊ പൊളിക്കും. അടി പൊളിക്കും. 2021 പൊളിക്കാൻ ഇറങ്ങിയേക്കും. എന്റെ ദിവസം ഭയങ്കര ചിരിക്കുന്നു. അപ്പൊ പിള്ളേരെല്ലാം പൊളിക്കാൻ വേണ്ടി തന്നെയാണ്. നീ ജിമ്മിനല്ലേ? ചെറുതായിട്ടാ. ഓക്കെ. അപ്പം അടുത്ത വർഷത്തേക്ക് വേണ്ടി സെറ്റായിട്ടിരിക്കും ഇവിടെ.
നിങ്ങളിവിടെ കളിക്കുകയൊക്കെ ചെയ്ത നേരത്തെ അവിടുത്തെ ഗ്രൗണ്ടായിരുന്നു, വെള്ളത്തെ ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും ഒരു പൊളി വൈബ് തന്നെ ആയിരിക്കും ഇനി അല്ലേ? ഇനി ടർഫ് വരുന്നുണ്ട്, കുറേ ഐറ്റംസ് എല്ലാം വരുമ്പോൾ തന്നെ പിള്ളേരുടെ ഒരു കിടിലം കേന്ദ്രമായിട്ട് മാറും അല്ലേ? ഓക്കെ എന്നാ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. എല്ലാവരും പിള്ളേർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ചുപേരൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് പിള്ളേരുണ്ട്. പറഞ്ഞു പിള്ളേർ പേര് പറഞ്ഞു ആരോൺജിത്ത് മോൻ്റെ ഉണ്ണി പേര് പറഞ്ഞു അക്ഷയ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും വീഡിയോക്കകത്ത് വരും കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? നൈസ് അല്ലായിരുന്നോ? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു കിഡ്സ് പൂൾ ഉണ്ടെന്ന്, അതൊരു 2.5 ഫീറ്റ് ഡെപ്ത് ആണ് വരുന്നത്. അപ്പോൾ ഈ അണ്ടർ 5 വയസ്സിന് താഴെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കൊണ്ടുവന്നിട്. നമ്മൾക്ക് 1.5 വയസ്സിൽ പുഴയിലിട്ട ആൾക്കാരുണ്ടല്ലോ ഇവിടെ, അന്നേരം കൊച്ചു പിള്ളേരെ കൊണ്ടുവന്ന് നീന്തൽ പഠിപ്പിക്കും. അതുപോലെ തന്നെ വലിയ നീന്തൽ കുളത്തിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഡെപ്ത് വരുന്നത് 3.5 to 6 ഫീറ്റ് ആണ്. അങ്ങ് അറ്റം 6 അടി വരും, ഇനി അറ്റം 3.5 ഫീറ്റ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ അധികം കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. മാവേലിക്കരക്കാർക്ക് ഒരു അനുഗ്രഹമാവട്ടെ, അതുപോലെ തന്നെ മാവേലിക്കരക്കാർക്ക് മാത്രമല്ല ഓണാട്ടുകാർക്കെല്ലാം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഒരു സ്വിമ്മിംഗ് പൂളിന് വേണ്ടി വീട്ടിൽ വിടാത്തവരുണ്ട്, വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ സേഫ് അല്ലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മാതാപിതാക്കളൊക്കെ അയച്ചു കൊടുക്കുക, എന്നിട്ട് വന്ന് നീന്ത്. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ അൽസബ് ബസ് ഓർ സൈനിങ് ഔട്ട്. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.